ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല അടിപൊളി ട്വിസ്റ്റായിട്ടോ ഈ ആഴ്ചയിൽ വരാനിരിക്കുന്നത് നമ്മുടെ സുഭാഷിൻ്റെയും അതുപോലെ ചാന്ദിനിയുടെയും അല്ലേ, എല്ലാവരും കേട്ട് അറിഞ്ഞായിരിക്കുമല്ലോ നമ്മുടെ ചാന്ദിനിയുടെയും സുഭാഷിൻ്റെയും ആ ഒരു ലവ് സീനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന പ്രൊമോയിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വിശേഷത്തിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ സുഭാഷ് 1-2 ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ എല്ലാരും തിരക്കുന്നുണ്ട്, എന്തായിരിക്കും സുഭാഷ് ഏട്ടന് ഇത്രയേറെ മാറ്റം. ഒരു നിശ്ചയം മുടങ്ങിപ്പോയിട്ട് അതിന്റെ യാതൊരു ലേശ ഒരു ബുദ്ധിമുട്ടോ സങ്കടമോ ഒന്നും സുഭാഷ് ഏട്ടനില്ല. സുഭാഷ് ഏട്ടൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. എന്താണ് എന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് നമ്മുടെ അവിനാശിനെ കാണാൻ ഇടവരെയാണ്. അങ്ങനെ അവിനാശിന്റെ വായിൽ നിന്നും സുധീഷ് ആ ഒരു സത്യം അറിയാണ്. അതായത് സുഭാഷ് ഏട്ടൻ ചുമ്മാതല്ല സന്തോഷിച്ച് നടക്കണം, മനസ്സിന് അത്രയേറെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് സുഭാഷ് ഏട്ടൻ്റെ ഇപ്പോൾ ഇങ്ങനെ ആലോചനയിലുള്ളത്. അങ്ങനെ അവിനാശ് പറഞ്ഞറിഞ്ഞ ആ കാര്യം സുധീഷ് നേരെ വീട്ടിൽ വന്ന് എല്ലാവരുടെ അടുത്തും പറയാണ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് അവിനാശ് ചാന്ദിനിയെ വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും അന്ന് ആ ഒരു എന്താണ്, നമ്മുടെ ആ കുടുംബക്ഷേത്രത്തിൽ പോയ സമയത്ത് സുഭാഷും ചാന്ദിനിയും തമ്മിൽ ഇങ്ങനെ കുറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം സുധീഷും നിധിയും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് അവരുടെ ഉള്ളിൽ രണ്ടുപേരും നല്ല ചേർച്ചയാണ്. പിന്നെ തമിഴും മലയാളവും ഹിന്ദി ആ ഒരു ടച്ച് ആയിപ്പോയി. അതാണ് എല്ലാവരിലും ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. ഭാഷ ഒരു പ്രധാനമാണല്ലോ. അപ്പൊ ഈ കാര്യം അറിഞ്ഞപ്പോൾ നിധിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഹരീഷിനും നികേഷിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചാന്ദിനി നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ്. ചാന്ദിനിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ നല്ല ക്യാരക്ടറുമാണ്. അങ്ങനെ നമ്മൾ ഈ കാര്യം അറിഞ്ഞ സുധീഷ് നമ്മുടെ സുഭാഷ് ഏട്ടനെ ഒന്ന് കളിയാക്കുന്നുണ്ട്. ചുമ്മാതല്ല, സുഭാഷ് ഏട്ടനെ ഈ ഇടയായിട്ട് ഇച്ചിരി ചിരിയൊക്കെ കൂടുതൽ. വേറൊന്നുമല്ല, ഇപ്പൊ മലയാളവും ഹിന്ദിയും തമ്മിലല്ലേ കോമ്പിനേഷൻ നടക്കണത് എന്ന് പറഞ്ഞു. അതെ, അന്നത്തെ ദിവസം സുഭാഷ് ഉണ്ടാക്കിയ ഫുഡിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ നികേഷ് ചോദിച്ചു, അല്ല ഹരീഷേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കഴിച്ചു. കഴിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? കുറച്ച് ഉപ്പ് എന്തോ അധികമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പിന്നെ ഉപ്പ് അധികോ? ഭയങ്കര ഉപ്പായിരുന്നു. ഇത് തന്നെ പ്രശ്നം. അപ്പൊ സുഭാഷ് ചോദിച്ചു, ആണോ, ഉപ്പ് കൂടുതലായിരുന്നോ? അപ്പൊ സുധീഷ് ചോദിച്ചു, അല്ല അപ്പൊ സുഭാഷ് ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലേ? സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയ ഫുഡ് സുഭാഷ് ഏട്ടൻ കഴിച്ചില്ലേ? അപ്പൊ പറഞ്ഞു, അത് പിന്നെ ഞാന് കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇപ്പൊ ചിലപ്പം ചപ്പാത്തിയൊക്കെ ആയിരിക്കും കഴിക്കണ അല്ലേ സുഭാഷ് ഏട്ടാ? ഒന്ന് പോയേടാ അവിടെ നിന്ന്. പിന്നെ അല്ലാണ്ടോ, നമ്മുടെ ചാന്ദിനി നല്ല ചപ്പാത്തിയും കറിയൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് കൊടുത്തത്. അതുകൊണ്ട് സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡ് ചിലപ്പോൾ കഴിക്കാൻ സാധ്യത കുറവായിരിക്കും എന്ന് പറഞ്ഞ് സുധീഷൊക്കെ കളിയാക്കാൻ കേട്ടോ. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ഭാസ്കരൻ പറഞ്ഞു, അതെ, ആരെക്കുറിച്ചാ ഈ പറയണേന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ സുധീഷ് അവിടെ നിന്നോട് പറയണത്, അപ്പൊ അച്ഛനൊന്നും അറിഞ്ഞില്ലേ, നമ്മുടെ സുഭാഷ് ഏട്ടനും അവിനാശിന്റെ പെങ്ങളില്ലേ ചാന്ദിനി, അവര് തമ്മിൽ ഇപ്പൊ ഒരു ഇച്ചിരി ഇഷ്ടത്തിലേക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഭാസ്കരൻ പറഞ്ഞു, പിന്നെ അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. രണ്ടും രണ്ട് രീതിയിൽ. ഭാഷ അറിഞ്ഞോലാതെ തന്നെ കണ്ണി നോക്കിയിരിക്കാനാണോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അച്ഛൻ ഇത് എന്തിന്റെ കേടാ? സുഭാഷ് ഏട്ടന് ഇഷ്ടമാണെങ്കിൽ പിന്നെ അത് സുഭാഷിയുടെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. നല്ലൊരു പെൺകുട്ടിയെ തേടി കൊടുക്കാനൊന്നും നിങ്ങൾക്കിട്ട് കഴിവുമില്ല. സുഭാഷ് ഏട്ടന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി വരുമ്പോ ഇനി അതിന് തടസ്സം നിൽക്കുകയാണോ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ സുഭാഷിന് എന്തുകൊണ്ടും ചാന്ദിനിയെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അങ്ങനെ അന്നേ ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനി അവിനാശിന് ഫുഡൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ചാന്ദിനി ചപ്പാത്തിയൊക്കെ നമ്മുടെ സുഭാഷിനും കൂടെയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവര് കൂടുതലും ചപ്പാത്തിയൊക്കെ ആണല്ലോ കഴിക്കണം. ചോറാണെങ്കിലും ചപ്പാത്തിയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അങ്ങനെ ചാന്ദിനി ചപ്പാത്തി സുഭാഷിനും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട്. സുഭാഷ് ടേസ്റ്റോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചാന്ദിനി ഇടയ്ക്കിടയ്ക്കായിട്ട് സുഭാഷിന്റെ കണ്ണിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവിനാശിന് ഒരു കോള് വന്നു. അവിനാശ് അപ്പം പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, ബായി എന്ന് പറഞ്ഞ് എഴുന്നേറ്റിപ്പോ. അപ്പോഴേക്കും ചാന്ദിനി കൈ കൊണ്ട് ഈ വളയൊക്കെ കുലുക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ഭയ്യ
ഇങ്ങനെ കാണിക്കുക. അപ്പൊ സുഭാഷിന് ഫസ്റ്റ് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കാര്യം ചാന്ദിനി എന്തോ വളയെക്കുറിച്ചാണ് പറയണത്. കാരണം ഭാഷ അറിഞ്ഞൂടാത്ത ഒരു രീതിയാണല്ലോ. അപ്പൊ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ചാന്ദിനി എന്ത് ചെയ്യുന്നു വെച്ചാല് പറഞ്ഞു കൊടുക്കും, എനിക്ക് ഇതുപോലത്തെ വള മേടിച്ച് തരാമോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ സുഭാഷ് പറയും, ആഹാ അതാണോ, അത് ഞാൻ ഏറ്റു എന്ന് പറയും. അങ്ങനെ നമ്മുടെ സുഭാഷ് ചാന്ദിനിക്ക് നല്ല അടിപൊളി വളയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രണയം അവിടെ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അന്നേ ദിവസം നമ്മുടെ സുധീഷ് രാവിലെ തന്നെ നിധിയുടെ നികേഷിന്റെ ഒപ്പവും രാവിലെ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. കാരണം തൻ്റെ പ്രണയിനി അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ അത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ സുധീഷിന് വേറൊന്നുമല്ല, നിധിയെ കാണിക്കണം. അല്ല, നിധി ബസ് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ സുധീഷിന് ദേഷ്യമാണ്. കാരണം പിന്നെ ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കണതിൽ സുധീഷിനൊട്ടും തന്നെ താല്പര്യമില്ല. പിന്നെ നിധിയെ കാണിച്ച് നിധീനെ ദേഷ്യം പിടിപ്പിക്കുക, ആ ഒരു രീതിയാണ്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിധിയും നമ്മുടെ നികേഷും കൂടെ മുഖത്തോട് മുഖം നോക്കിയിട്ട്, നിധിയേട്ടത്തിക്ക് ഒന്ന് ചെന്ന് പറഞ്ഞൂടെ ഞാൻ സുധീഷിന്റെ ഭാര്യയാണെന്നുള്ളത്, അതോടുകൂടി അവളുടെ ആ ഒരു നെകളിപ്പ് അങ്ങ് നിന്നോളും എന്നിങ്ങനെ നികേഷ് പറയണേ. നികേഷിന് വല്ലാത്തൊരു ദേഷ്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, താൻ തന്നെ പ്രണയിക്കണു എന്ന് കരുതിയിട്ടാണല്ലോ ഇത്രയും നാൾ അവളെ ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണല്ലോ അറിഞ്ഞത് സുധീഷ് തന്നെയാണെന്ന്. അതിന്റെ ഒരു ദേഷ്യം നികേഷിന് അവളോടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നിധി മനസ്സിൽ കരുതി, ഈ പോകുന്ന വരം പോവട്ടെ, ഗായുമായിട്ടുള്ള പ്രണയം എനിക്കെന്താ, ഈ സമയത്ത് ഞാൻ ചെന്ന് പറയുകയാണെങ്കിൽ സുധീഷിന്റെ മനസ്സിൽ തോന്നില്ലേ, ഓ അപ്പോ സുധീഷിന്റെ കൂടെ എനിക്ക് ഇഷ്ടമാണെന്നോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു സെൽഫിഷ്നെസ് ഞാൻ കാണിച്ചു എന്നുള്ള തോന്നൽ സുധീഷിന് വരും. അതുകൊണ്ട് വേണ്ട, പോണത് വരെ പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ നിധി ഇരിക്കുകയാണ്. അങ്ങനെ നിധി ജോലി സ്ഥലത്ത് എത്തുകയാണ് കേട്ടോ. അപ്പൊ നിധിക്കും അതുപോലെ നിധിയുടെ ഫ്രണ്ടിനും നാളെ ഒരു പുതിയ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പം അവരുടെ ബോസ് വന്നിട്ട് പറയുന്നുണ്ട്, നാളെ കൃത്യം 11 മണിക്കാണ്, അപ്പം നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നിധിയുടെ ഫ്രണ്ട് പറയും, നിധിയുടേത് ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം ഒരുവിധം ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും നന്നായിട്ട് തന്നെ അപ്പൊ ഇതാക്കണം നിധി എന്നൊക്കെ പറഞ്ഞിട്ട് നിധിക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട് അവരുടെ ബോസ്. അപ്പോൾ ഓക്കെ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നിധി ഇരിക്കുമ്പോഴാണ് നിധിയുടെ മൊബൈലിലോട്ട് ഒരു കോൾ വരുന്നത്. നിധി നോക്കുമ്പോൾ വക്കീലാണ് വിളിക്കുന്നത്. കാരണം നാളത്തെ ഡേറ്റ് അത് നിധിയും മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നാളെ 10 മണിക്ക് കോടതിയിൽ എത്തണമെന്ന് പറയണേ. നാളെ ഇവരുടെ കേസിന്റെ, അതായത് ഡൈവേഴ്സിന്റെ കേസിന്റെ വിചാരണയാണ്. അപ്പോൾ നാളെ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിധി, അയ്യോ മേഡം എന്ത് പറ്റി നിധി, നാളെ വരാൻ പറ്റില്ലേ? അല്ല, നാളെ എനിക്ക് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് ഒരു മീറ്റിംഗ് ഉള്ള ദിവസമാണ്, അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ മേഡം പറയും, ഒരു കാര്യം ചെയ്യും, നിധി വരണമെന്നില്ല, ഹസ്ബൻഡ് ആയാലും ഒരാൾ വന്നാലും മതി, ഞാൻ വിളിച്ചിട്ട് പറയാം എന്ന് പറയും കേട്ടോ. അഥവാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ പറയണം, എങ്കിൽ പിന്നെ കേസ് സമയം മാറ്റാനൊന്നും പറ്റില്ല, എങ്കിൽ പിന്നെ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കും, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയണേ. അങ്ങനെ അത് കേട്ട് നിധി ഓക്കെ പറഞ്ഞിട്ട് വരേണ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആവേണം. അപ്പം നിധിക്ക് അന്ന് നേരത്തെ ജോലിക്കും പോകണം, ഓഫീസിൽ ഈ ഒരു കേസൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ സുധീഷ് എൻ്റെ അടുത്ത് പറയണമല്ലോ ഈ കേസിന്റെ കാര്യം. അപ്പോഴാണ് സുധീഷ് പെട്ടെന്ന് ഓർക്കണത്, അയ്യോ ഇന്ന് ഡേറ്റ് 21 ആണല്ലോ, ഇന്നല്ലേ കോടതിയിലെ കേസിന്റെ ഡേറ്റ്, എന്തെങ്കിലും നമ്പർ അടിച്ചിട്ട് പതുക്കെ പോവാൻ പറ്റില്ല എന്നുള്ളത് നിധിയോട് പറയണം. അപ്പോൾ അങ്ങനെയെങ്കിലും ഇത് തള്ളി മാറി പോയാലോ. അപ്പോഴാണ് നിധി വന്നിട്ട് ഇങ്ങോട്ട് തന്നെ പറയണത്, സുധീഷേ എനിക്കിന്ന് കോടതിയിൽ പോകാൻ പറ്റില്ല, കാരണം ഇന്ന് എനിക്കൊരു മെയിൻ മീറ്റിംഗ് ഉണ്ട്, എൻ്റെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആണെന്ന് പറയും. രക്ഷപ്പെട്ടു. സുധീഷിന്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അയ്യോ നിധി എനിക്ക് ഒട്ടും പോകാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഏറ്റിക്കുന്ന കേസ്, വണ്ടി ഓട്ടം പോകാനുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ്, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. നിധി എങ്ങനെയെങ്കിലും സമയം അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പറ്റുമെങ്കിൽ പോകാൻ പറയാം. അയ്യോ എനിക്കും പറ്റില്ലല്ലോ, അപ്പോൾ ഇനി എന്താ ചെയ്യണേ എന്നുള്ള രീതിയിൽ സുധീഷ് ഇങ്ങനെ ദുഃഖപ്പെട്ടിരിക്കും പോലെ നിധിയുടെ മുന്നിൽ കാണിക്കാൻ കേട്ടോ. ഭയങ്കര അടവനാണല്ലോ നമ്മുടെ സുധീഷ്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യണേന്നുള്ള അറിയില്ല, മിക്കവാറും ഡേറ്റ് മാറ്റുമായിരിക്കും. അങ്ങനെ നിധി ജോലിക്ക് പോകാനായിട്ടൊക്കെ എന്നത്തെയും പോലെ പതിവിനും കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. അപ്പം നികേഷിൻ്റെ അടുത്ത് പറയാം, നികേഷേ നമുക്ക് സ്കൂട്ടി
സ്കൂട്ടി പോവാന്ന്. സ്കൂട്ടിയിലോ, അതായത് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് സ്കൂട്ടി വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് കയറി പോവാം ബസ്സിൽ എന്നുള്ള രീതിയിൽ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴേക്കും നികേഷും നിധി മാത്രമേ ഉള്ളൂ. അപ്പൊ ഗായത്രി അവിടെ നോക്കുകയാണ്, ഇന്ന് സുധീഷ് ഏട്ടനെ കാണാനില്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും കുറേ നേരം നോക്കി നിന്നിട്ട് കാണാതെ വരുമ്പോൾ ഗായത്രി വന്നിട്ട് നികേഷിന്റെ അടുത്ത് ചോദിക്കും, അല്ല മറ്റേ ചേട്ടൻ ഇന്ന് വന്നില്ലേന്ന് ചോദിക്കും. അപ്പോ നികേഷ് പറയും, ഞങ്ങൾക്കറിയില്ല എന്ന് പറയാം. എന്നിട്ട് ഗായത്രി പതുക്കെ നികേഷിന്റെ അടുത്ത് നോക്കിയിട്ട് പറയും, ഈ ചേച്ചി ഏതാന്ന് ചോദിക്കും. സുധീഷിന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കും. നിധി തിരിഞ്ഞൊരു നോട്ടം അങ്ങോട്ട് നോക്കും. ചേച്ചിയോ, ഇവളെന്താ ഈ പറയണേ? അപ്പം നികേഷ് പറയും, സുധീഷ് ചേട്ടൻ വരുമ്പോ സുധീഷ് ചേട്ടനോട് ചോദിച്ചോളാൻ പറയും. അപ്പോഴേക്കും ബസ് വന്നു കഴിയുമ്പോൾ അവരങ്ങ് കയറി പോകാനായിട്ട് നിൽക്കാനായിട്ട് ആ സമയം സുധീഷ് ഓടി വരെയാണ്. എന്നിട്ട് ഗായു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും അവരെ ബസ് വന്ന് അവര് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് സുധീഷ് പറയും, ആ എന്ന ഗായു ഞാൻ പോവാട്ടോ, എനിക്ക് ഇന്ന് ഇച്ചിരി തിരക്കാണെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഗായത്രി നോക്കുമ്പോ എന്നോട് ഒട്ടും സംസാരിക്കാണ്ട് പെട്ടെന്ന് പോണ തന്നെ. അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് നമ്മുടെ ഗായത്രി നമ്മുടെ സുധീഷിന്റെ ഫോണിലോട്ട് വിളിക്കുകയാണ്. സുധീഷിനാണെങ്കിൽ വല്ലാത്ത ദേഷ്യമാണ് ഈ വിളിക്കുമ്പോ. കാരണം നിധി അടുത്തെങ്ങാനും കേൾക്കാനുണ്ടെങ്കിൽ ഒന്ന് സുഖിപ്പിച്ചൊക്കെ സംസാരിക്കും കേട്ടോ. അല്ലെങ്കിൽ സുധീഷിന് ഭയങ്കര ദേഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ സുധീഷിന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ നിധി മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഗായത്രീനെ ഇപ്പൊ ഇങ്ങനെ വലിച്ചിട്ടേക്കണ എന്തിനാന്ന് വെച്ചാൽ നിധി തുറന്നടിച്ച് പറയണം, നാണമില്ലേ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ, എന്തിനാ ഈ പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ സംസാരിക്കണത്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും അങ്ങനെ ഒരു ടെൻഡൻസി നിധിയുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഓരോ പദ്ധതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് സുധീഷ് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കും നിധി എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് രാത്രി റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കാണ് സുഭാഷ് ഏട്ടന്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത്. സാധാരണ സുഭാഷ് ഏട്ടൻ മൊബൈലൊന്നും എടുക്കാറ് കൂടിയില്ല കിടക്കുന്ന സമയത്ത്. നോക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ ചാറ്റിങ്ങിലാണ്. നമ്മുടെ ചാന്ദിനി നമ്മുടെ സുഭാഷ് ഏട്ടന് ഒരു ലവ് ചിഹ്നം അയച്ചൊക്കെയാണ്. സുഭാഷ് ആരാ മോൻ തിരിച്ചൊരു ലവ് ചിഹ്നം അങ്ങോട്ടും കൊടുത്തു. ചാന്ദിനി ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ച അടുത്ത മെസ്സേജ് കഴിച്ചു എന്ന് സുഭാഷും. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ നിധി കണ്ടില്ലാത്ത മട്ടിൽ അങ്ങോട്ട് കയറിപ്പോയിട്ടോ. ഇതൊക്കെ നമ്മുടെ സുധീഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, പണ്ട് മൊബൈല് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു മനുഷ്യനാ. പാവം, എന്തായാലും നടക്കട്ടെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതും പറഞ്ഞിട്ട് നമ്മുടെ സുഭാഷിനെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, പല ആൾക്കാരും ഇപ്പം രാത്രിയിലൊക്കെ ഭയങ്കര ചാറ്റിങ്ങിലൊക്കെയാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഇട്ട് കളിയാക്കിയാണ് കേട്ടോ. അപ്പൊ എല്ലാരും മിണ്ടാതിരിന്നൊക്കെ പറഞ്ഞായിരുന്നു. സുഭാഷ് ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത മട്ടില് അപ്പൊ അത് അടുക്കളയിലോട്ടങ്ങ് കയറിപ്പോയിട്ടോ. അപ്പം നമ്മുടെ നിധിയുടെ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസം എത്തിയല്ലോ. അങ്ങനെ നിധി ആ പ്രോജക്റ്റ് അങ്ങനെ അടിപൊളിയായിട്ട് സബ്മിറ്റ് ചെയ്യണ്. അങ്ങനെ അവരത് കേട്ട് അവര് അത് അപ്രൂവ് ചെയ്യണം കേട്ടോ. അങ്ങനെ നിധിയുടെ ബോസിന് സിദ്ധാർത്ഥിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥ് നിധിയെ കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിധി താങ്ക് യു ഒക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിദ്ധാർത്ഥ് നിധിയുടെ അടുത്തും ദിവ്യ അവിടെ ഇരുന്നപ്പോൾ ദിവ്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടലുണ്ട്, വൈകിട്ട് നമുക്ക് അവിടെ ഒരു ട്രീറ്റ് തരാമെന്ന് സിദ്ധാർത്ഥ് പറയണ. അപ്പൊ നിധി പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിധി അത് അവോയ്ഡ് ചെയ്യണം കേട്ടോ. സിദ്ധാർത്ഥിന്റെ കാര്യം കുറച്ച് വിഷമമായെങ്കിലും നിധി പതുക്കെ അത് സ്കിപ്പ് ചെയ്തങ്ങ് വിട്ടു. അപ്പം സിദ്ധാർത്ഥ് പോയ ശേഷം പതുക്കെ ദിവ്യ നിധിയോട് പറഞ്ഞു, അതെ ഇവിടെ ഇതിനു മുന്നേയും ഞാനും ചില പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ആയിട്ടുമുണ്ട്. പക്ഷെ അതുവരെ ഒന്നും കാണാത്ത ചില മാറ്റങ്ങളാട്ടോ നിധിയുടെ കാര്യത്തില്. പുള്ളി കുറച്ച് ഒലിപ്പീരാണോ എന്നൊരു സംശയം. ഹേയ് നീ എന്താ പറയണേ? അപ്പം ദിവ്യ പറഞ്ഞു, ഞാൻ കുറെ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പുള്ളിക്ക് നിധിയുടെ കാര്യത്തിൽ എന്തോ ഒരു ഇതുണ്ട്. കാരണം മിക്കവാറും നിധി കണ്ടോ അടുത്തത് പ്രൊപ്പോസ് ചെയ്യാനായിട്ടായിരിക്കും ഇയാൾ പറഞ്ഞതെന്ന് പറയാം. നിധി പറഞ്ഞു, അയ്യോ അങ്ങനെ എങ്ങാനും ആയിരിക്കോ? ആണെങ്കിൽ തന്നെ എന്താ, വല്ല മോശമുണ്ടോ? സാറ് നല്ല ക്യൂട്ടല്ലേ എന്നൊക്കെ പറയണ. ഏയ് അങ്ങനെയൊന്നും വേണ്ട, എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. നിധിക്ക് വല്ലാത്തൊരു ടെൻഷനും ആദ്യമൊക്കെ തുടങ്ങിയേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ വരുന്ന ഏകദേശ സീനും കാര്യങ്ങളൊക്കെ. നമ്മുടെ സുഭാഷും ചാന്ദിനിയായിട്ടുള്ള പ്രണയവും അതുപോലെ നമ്മുടെ നിധിയും സുധീഷും തമ്മിൽ ഡൈവേഴ്സിന്റെ ഡേറ്റ് എത്തിയിട്ട് പോവാൻ പറ്റാണ്ടായി, അതിൻ്റെ ഒരു സന്തോഷം സുധീഷിനുണ്ട്. പിന്നെ ഗായുവിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ നിധിയെ ചൊടിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ നമ്മുടെ സുധീഷ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മിക്കവാറും സുധീഷിന് ഗായത്രിയുടെ കേസിൽ 8ന്റെ പണി വരാനാണ് സാധ്യത. കാരണം ആ പെൺകുട്ടി ഏത് രീതിയിലാണ് സുധീഷിനെ കാണുന്നത്, സുധീഷിനൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ആ പെൺകുട്ടി ഇനിയിപ്പോ ഏത് രീതിയിലാണ് കാണുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ സുധീഷിന്. അപ്പൊ അതിന്റെ ചില വിശേഷങ്ങളൊക്കെയാണ്
നമ്മൾ ഇനി കാണാനായിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഒപ്പം തന്നെ ഞാൻ ഇന്ന് നമ്മുടെ പവിത്രം സീസൺ 2 ഒരു അപ്കമിങ് റിവ്യൂ ഇന്ന് നമ്മൾ രാവിലെ ഒരു 11 മണിക്കും 12 ഇടയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാനായിട്ട് അടിപൊളി ട്വിസ്റ്റ് വിശേഷമാണ് നമ്മുടെ പവിത്രം സീസൺ 2 മൺഡേ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് പോയി കേട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.